ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പായ്സ് വേൾഡ്. ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ടൊരു നല്ലൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും മിക്കവാറും വീടുകളിലൊക്കെ കാണുന്ന ഒരു സാധനമല്ലേ ബ്രെഡ് വാങ്ങുമ്പോൾ ഇങ്ങനൊരു ഗുലാബ് ജാമുൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാര, അതേ സെയിം ഗ്ലാസ് വെള്ളവും കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഞാൻ കുറച്ച് അതായത് ഒരു സ്പൂണോളം നാരങ്ങാനീരും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ പരുവമെന്ന് വെച്ചാൽ നമ്മൾ നൂൽപ്പരുവം അത്രയാവണ്ട കേട്ടോ. നല്ലതുപോലെ നമ്മുടെ ഈ വെള്ളം തിളച്ച് ഒരു 5 മിനിറ്റ് കൂടെ ആ നിൽക്കുന്ന രീതി അത്ര മതി കേട്ടോ. അല്ലാതെ ഒരുപാട് നമ്മളിട്ട് നൂൽപ്പരുവം ആക്കി എടുക്കണ്ട കാര്യമില്ല കേട്ടോ. നമുക്കൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 5 മിനിറ്റോളം തിളയ്ക്കട്ടെ. 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗുലാബ് ജാമുന് വേണ്ട പരുവാവും കേട്ടോ. ഒരുപാട് നേരം തിളപ്പിച്ച് നൂൽപ്പരുവാക്കാനായിട്ട് നിൽക്കേണ്ട. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബ്രെഡ് വേണം. നമുക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. വൈറ്റ് ബ്രെഡോ വീറ്റ് ബ്രെഡോ ഏത് ബ്രെഡ് വേണോ ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ആദ്യമേ ബ്രെഡിൻ്റെ ചുറ്റാകെയുള്ള ബ്ലാക്ക് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 പീസായിട്ട് കട്ട് ചെയ്യാം. എങ്ങനെ വേണോ കട്ട് ചെയ്യാം. കാരണം മിക്സിയിൽ നമുക്ക് പെട്ടെന്ന് അരയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുറച്ച് പാലൊഴിച്ചത് നമ്മൾ പുട്ട് നനയ്ക്കുന്ന പോലെ വേണം. ഒരുപാട് പാല് കൂടിപ്പോകരുത്. പാലിൻ്റെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണ്ണ കുടിക്കും. നമ്മൾ ഇത് വറുത്ത് കോരുന്ന സമയത്ത് എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുട്ടിന് നനയ്ക്കത്തില്ലേ, കുറേശ്ശെ പാലൊഴിച്ച് വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. നല്ലപോലെ അമർത്തി കുഴച്ച് നമ്മൾ ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ബോളുകളാക്കി ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൈ വെച്ച് നല്ലപോലെ അമർത്തി വേണം ഉണ്ടോ, ഇതുപോലെ കൈ വെച്ച് നല്ലപോലെ അമർത്തി വേണം ബോളുകളാക്കി എടുക്കാൻ. അല്ലെങ്കിൽ വിണ്ട് കീറിപ്പോവും. നമ്മൾ ഇത് വറുത്ത് കോരുന്ന സമയത്ത് വിണ്ട് പോവും കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ബോൾസ് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാ ബോൾസും ഇട്ട് ഞാൻ വറുത്ത് കോരുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ നിറം ആവുന്നവരെ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ചെറിയ ബ്രൗൺ നിറം ആയി കുറച്ച് നേരം കൂടെ ഒന്ന് മതി. ഒരുപാട് നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യണ്ട. കണ്ടോ, ഒന്നും വലുതായിട്ട് പൊട്ടി പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമ്മുടെ പഞ്ചസാര ലായനിലോട്ട് ഇടാം. പഞ്ചസാര ലായനിലോട്ട് ഇട്ടതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. അപ്പോഴാണ് ഈ പഞ്ചസാരയൊക്കെ നമ്മുടെ ഈ ബോൾസിലോട്ടൊക്കെ ആയി നല്ല ഒരു മധുരം ആവുന്നത്. അപ്പോൾ ഉണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടും എമ്മി ആയിട്ടും ഉള്ള ഒരു ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡ് വാങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ.